നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മറ്റൊരു ദിവസം, മറ്റൊരു അൽഷസ, മറ്റൊരു ഫുഡ് വ്ളോഗ്. പക്ഷെ ഈ ഫുഡ് വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പണ്ട് നിർത്തി വെച്ചെടുത്ത് നമ്മൾ തിരിച്ചു തുടങ്ങുകയാണ്. നമ്മൾ അന്ന് പക്ഷെ നമുക്ക് പറ്റിയില്ല. ബെസ്റ്റ് ഷവർമ ഓഫ് ദുബായ് അക്കോർഡിംഗ് ടു സിബിനോളജി. എന്റെ അഭിപ്രായത്തില് നല്ല ഷവർമ. ബിക്കോസ് ഒന്നാമത് ആദ്യം എല്ലാരും മനസ്സിലാക്കേണ്ടത് ഈ ഷവർമ വന്നത് എങ്ങനെയാണെന്നാണ്. അതെ, ഷവർമയുടെ ഇൻഫ്ലുവൻസ് എവിടെ നിന്നാണ്. അതെ, അപ്പൊ ആക്ച്വലി എല്ലാവർക്കും അറിയാം ടർക്കിഷ് അല്ല, ഇറ്റ്സ് എ ടർക്കിഷ് ഫ്ലാറ്റ് ഷവർമയായിരുന്നു. ഇങ്ങനെയായിരുന്നു അത് ഫസ്റ്റ്, കുത്തനല്ല, വെർട്ടിക്കൽ അല്ല. അങ്ങനെയാണ് ടർക്കിഷുകാർ തുടങ്ങുന്നത്. അതൊരു ഡോണർ ആയിട്ടാണ് അവര് വിൽക്കാൻ തുടങ്ങിയത്. ഷവർമ ഒരു പ്രോസസ്സായിരുന്നു, റൊട്ടേഷൻ എന്ന് പറയും, റോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പം അത് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് സിറിയ, ലെബനൻ, ജോർദൻ, ഈജിപ്റ്റ്. അപ്പം ഷവർമയുടെ മെയിൻ ഇപ്പത്തെ ടർക്കിക്കാരന്മാർ ഷവർമ ഉണ്ടാകുന്നില്ലല്ലോ. അവര് ഡോണർ സാൻഡ്വിച്ച് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല ടർക്കി ഷവർമ. ഇല്ല, ടർക്കി ഷവർമ എന്ന് അവർ പറയാറില്ല, അവർ ഡോണറിനെ പറയും. ഓക്കെ. അപ്പം ആക്ച്വൽ ഷവർമയുടെ ട്രെൻഡ് കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ഷവർമ, വെർട്ടിക്കൽ ഷവർമ, സിറിയയിൽ നിന്നാണ്. സിറിയക്കാരാണ് ആ ഒരു ഷവർമയുടെ കംപ്ലീറ്റ് ട്രെൻഡ് ഉറവിടം. യെസ്. പിന്നെ ലെബനോൺ, ഈജിപ്റ്റ്. അപ്പൊ ഇവരുടെ ആണ് ആക്ച്വൽ ഷവർമാസ്. ഇനിയിപ്പോ ഇപ്പൊ വന്ന് പറയും ഇജാസിലെ ട്രൈ ചെയ്യും, അന്തറിന് ട്രൈ ചെയ്യും, ഇതൊക്കെ കഫ്റ്റീരിയ ഷവർമ. നമ്മുടെ മലയാളികൾ ഉണ്ടാക്കുന്ന ഷവർമ. അതെ, മലയാളികൾ ആ ഒരു സമയത്ത് അവർക്ക് കിട്ടുന്ന സാധനം ഹുബ്സ്, പിന്നെ അറിയാവുന്ന മസാലയിൽ ചെയ്ത് തഹീന ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റൈല് ഷവർമ. പക്ഷെ ഈജിപ്റ്റ്, സിറിയ അവിടത്തൊക്കെ മസാലകൾ വ്യത്യാസമുണ്ട്, അതിന് ഡ്രൈനെസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒരു കാര്യം പറയുന്നത്, ഞാനിപ്പോ 3 സ്ഥലത്താണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. 4 പറ്റുവാണെങ്കിൽ 4 ചെയ്യാം. പക്ഷെ ഞാൻ ഈ 3 സ്ഥലം ഓർഡറിൽ എന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഞാൻ ഓൾറെഡി എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഇത് 3 കഴിച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനത് എഴുതിയിട്ട് സിനാന്റെ കൊടുത്തു വെക്കാം. ഞാൻ അവന്റെ കൊടുത്തു വെക്കാം. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവൻ എടുക്കും, നിങ്ങളും എഴുതി ഏതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിങ്ങൾ പ്രഖ്യാപിക്കും. നമുക്ക് നോക്കാം ഏതാണ് നമ്മൾ രണ്ടുപേരുടെ അഭിപ്രായം. ഇല്ല, ഞാനിപ്പോ എഴുതും. ഞാനിപ്പോ എഴുതിയിട്ട് കൈ കൊടുക്കും. ഇന്ന് ഞാൻ പോകുന്ന 3 സ്ഥലം ഞാനാണല്ലോ കൊണ്ടുപോകുന്നത്, എനിക്കറിയാം. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ സുബിന്റെ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ്. അതെ, നമുക്ക് നോക്കാം. നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം. ഈ അബുഹേൽ ഈ ഒരു അബുഹേലിൽ 1, കിസേസിൽ 1, 1 വർക്കയിലാണ്. കുഴപ്പമില്ല, നമുക്ക് ചില്ലാക്കാം. ഓക്കെ, എന്തായാലും സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇന്ന് ഷവർമ ഡേ ആണ്. നമ്മുടെ നൊമാഡിയനൊക്കെ ഇവിടെ ഇല്ല, അവൻ നാളെ എത്തത്തേ ഉള്ളൂ. അവൻ നമ്മുടെ മലേഷ്യയില് ഭാര്യയുമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവനെ കിട്ടാനില്ല. എന്തായാലും നാളെ നമുക്കൊരു പായസ പരിപാടി ഉണ്ട്, അതിന്റെ വ്ളോഗ് വരുന്നുണ്ട്. നാളെ വേറെ എന്തെങ്കിലും ഉണ്ടോ പായസത്തിന്റെ കൂടെ? നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. ഷാർജയിൽ പോയി ഷൂട്ട് ചെയ്താൽ അവിടെ നമുക്ക് നല്ല എന്തെങ്കിലും ഒരു ബർഗർ മറ്റേത് കഴിച്ചാലാ. ആ മീൻകട ഇവര് ഭയങ്കര എന്ന് പറയണ തവക്കലിജാസ പോവാം നാളെ. അപ്പൊ അതാണ് ഭയങ്കര ഹൈപ്പാണത്. അയ്യോ, ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞ കൊല ഹൈപ്പില്ലേ? ഭയങ്കര ഹൈപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ദാനത്തിൽ ബഹാർ നമ്മള് ഹൈപ്പ് ചെയ്ത് തുടങ്ങിയപ്പോ പലവരും നമ്മോട് പറഞ്ഞു അത് ആദ്യം ട്രൈ ചെയ്യ് എന്ന് നമ്മളോട് ഇങ്ങനെ. അപ്പൊ പിന്നെ ട്രൈ ചെയ്യാം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് പറയാം. സോ ലെറ്റ്സ് സീ. ഇത് ഇവിടെ തന്നെ സിറിയനാണ്, ലയാലി വുറൂദ് അൽ ഷാം. ഒരാളും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്പോട്ടാണ് ഇത്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഫുഡ് ബ്ലോഗേഴ്സ് ഇതുവരെ എക്സ്പ്ലോർ. എപ്പോഴും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഫസ്റ്റ് നിങ്ങളൊരു ഷവർമ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ലഫ എന്തായാലും പറയും ആൾക്കാര്. അതൊക്കെ നമ്മുടെ കാലിത് നമ്പർ 1 കൊടുത്തേക്കുന്ന സാധനം. അതെ, പക്ഷെ എനിക്ക് ലഫ ഇഷ്ടമല്ല, ടു ബി ഓണസ്റ്റ്. ഐ മീൻ ഇറ്റ്സ് ആൻ ഓക്കെ ഷവർമ, ഒരു കുഴപ്പമില്ലാത്ത സാധനം. ലഫ ഞാൻ മോശമൊന്നല്ല പറയണ, ലഫ ഇസ് ഓക്കെ. എനിക്ക് ലഫയും കാട്ടില്ല ഏതാ മറ്റു സാധനം, ആ കോഴിയുടെ അവിടെ ഉള്ള ഫറൂജ്. നമുക്ക് 4 സ്ഥലങ്ങളുണ്ട്. 4 സ്ഥലങ്ങൾ. ഫറൂജ് എന്റെ ഫേവറേറ്റ് ഫറൂജാണ്. 4 പ്ലേസ്. പക്ഷെ ഫറൂജ് അങ്ങ് മോട്ടോർ സിറ്റി ഒക്കെ ഇല്ലേ? ഇല്ല, ഫറൂജ് ഇവിടെ ഉണ്ട്. ഒരെണ്ണല്ലേ ഭയങ്കര ഒറ്റൊരെണ്ണം. ഫോട്ടോ എടുക്കണേ, ഫോട്ടോ. സിനാന്റെ ഡബിൾ പണിയാണ് ഗൈസ്. ഞാൻ മോട്ടോറുള്ള ഒരു ഫോണ് ടെസ്റ്റ് ചെയ്യാൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, കണ്ടില്ലേ? അപ്പൊ ആദ്യത്തെ കട ഈ കടയാണ്. ഇതാണാടാ. ഓ, അതാണ്. സോറി, കട മാറിപ്പോയി ഗൈസ്, കട മാറിപ്പോയി ചെറുതായിട്ടൊന്നും. ഇങ്ങനെയാണ്. എന്താ എന്റെ പേരെന്താ? ദയാലി. എന്റെ കടയുടെ പേരെന്താ? ലയാലി വുറൂദ് അൽ ഷാം. ലയാലി വുറൂദ് അൽ ഷാം. യെസ്, നല്ല പേര്. ഈ പേര് പഠിക്കാൻ മോശമായിട്ടായിരിക്കും ആരും കൊണ്ട് വരാത്തത്. എന്താണെങ്കിലും സുബിന്റെ മച്ച അടിപൊളി, കൊള്ളാം കേട്ടാ, അടിപൊളി കട. സുബിന്റെ സ്വന്തം കടയാണ്. അവര് ചിക്കൻ ഇട്ടുണ്ടാ? ഓ, അത് ചിക്കന്, അത് ബീഫ്. ഗൈസ് നല്ല ഷവർമ.
خبز لبناني ها؟ يا خبز لبناني بس واحد شاورما. لا سوا جارليك ولا بنين؟ ايه جارليك. جارليك عادي. ايه عادي. കഴിഞ്ഞ പറഞ്ഞു. ഗൈസ് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം നിന്ന് പൊരിയണം കേട്ടോ. ഇത് ഏതാണ് ചോദിക്കട്ടെ, ഇവര് ഇത് ഏതാ രാജ്യം? സിറിയ. സിറിയ. സിറിയക്കാരാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന രാജ്യമാണിത്. നമ്മൾ ചെറുപ്രായം തൊട്ട് കഫ്റ്റീരിയ തൊട്ട് മറ്റുള്ള എല്ലാ രാജ്യക്കാരെ ഷവർമയും കൂടിയും കഴിച്ച് വളർന്നതും കഫ്റ്റീരിയ എന്ന് വെച്ചാൽ ഷവർമ കച്ചവടം ചെയ്തവരാണ് ഞാൻ. എറണാകുളത്ത് ഷവർമ കച്ചവടമാണ് ചെയ്തത്. അപ്പം ഞാൻ വെയിറ്റിംഗ്. ഓർഡർ ചെയ്താ ഒരു ഷവർമ, ഒറ്റ ഷവർമ, എല്ലാം ഒരു ഷവർമ ഉള്ളൂ കേട്ടോ. നമ്മൾ മരണ ഫുഡ് അടി പരിപാടിയില്ല, ഒറ്റ ഷവർമ കഴിക്കുന്നു, ഓടുന്നു. പുള്ളിയും പുള്ളിയുടെ 2 ബ്രദേഴ്സും കൂടി നടത്തുന്ന ഷവർമ. All good. Okay. Yes. بس انا اخبر وايد شاورما دجاج. From Egypt? لا like Egypt. والله I swear man, you look like Egypt. Thanks. How are you Zubair? كيف الحال؟ تمام. Sorry for last time. No worries. എന്നെ കണ്ടുകഴിഞ്ഞ ഹാസനെ പോലെ ഉണ്ട്. ഈജിപ്തിലെ ആളാണെന്ന് വിചാരിച്ചത്. കണ്ണാടിയാണ് കേട്ടോ. കണ്ണാടി, താടി, മുടി, അതാണ് സംഭവം. മറ്റുള്ളവര് പറയുന്ന പോലെ ഞാൻ ബെസ്റ്റ് സ്പോട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ബെസ്റ്റ് സ്പോട്ട് ഈ ദുനിയാവിന്റെ ബെസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടംപോലെ ഷവർമാസ് ഉണ്ട്. പക്ഷെ ഞാൻ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട എപ്പോഴും റെഗുലർ ആയി പോകുന്ന സ്പോട്ടുകൾ. നല്ല രസമുണ്ട്. ആംബിയൻസ് ഒക്കെ നല്ല രസം. അടിപൊളിയല്ല, നല്ല രസം ഇവിടെ രാത്രിയൊക്കെ വന്നിരിക്കാൻ. നിങ്ങൾ അന്ന് വന്ന് കഴിച്ച കളിത എന്നെ ടാഗ് ചെയ്തിട്ട് എന്നെ പറഞ്ഞോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. സുബിന്റെ 1 2 3 4 എഴുതുകയാണ്. ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് നോക്കാം എനിക്കത് എവിടെയെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഇതിന്റെ ഞാൻ ഇപ്പോഴും കാര്യം പറഞ്ഞേക്കെ, നമുക്ക് ഇതിന്റെ അകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ നമ്മൾ ഇരിക്കുന്ന കട എന്ന് വെച്ചാൽ അതൊന്ന് വിട് എന്നാ ഓക്കെ. നീ നോക്കിയടാ, അവനവിടെ വെച്ചു, സിനാന്റെ കയ്യിൽ ഞാൻ കൊടുത്തു, സിനാൻ കീശയിൽ വെച്ചു, നിങ്ങളോട് കണ്ടു. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഡിവൈഡ് ബൈ 2 ആക്കാൻ പറ. നിങ്ങൾ കടിക്ക്, നിങ്ങളിത് ഡിവൈഡ് ബൈ 2 ആക്കണ്ട. നിങ്ങൾ ആദ്യം അടി ഫസ്റ്റ് ഷവർമ ഫ്രം ലയാലി ബുറൂദ് അൽ ഷാം പ്ലെയിൻ ഹുബ്സിൽ ഒരു നോർമൽ ചിക്കൻ ഷവർമ. നല്ല മണം. ഒത്തന്റിക് ടേസ്റ്റ്. എക്സാക്ട്ലി. പുളി, പിക്കിൾ ഉണ്ടാവും. നല്ല പുളിയും മെയിൻലി ആ ചിക്കൻ തന്നെ. വേറെ ഒരു നോൺസെൻസ് വെജിറ്റബിൾ ഇല്ല, ഒന്നുമില്ല. ചിക്കന്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫ്ലേവർ വരും. സിനമൺ, കാർഡമൺ, പട്ട, അതിന്റെ മുകളിൽ നിന്ന് അതിന്റെ ഒക്കെ സ്പൈസസ് ഇങ്ങനെ പതുക്കെ വരും. ഇങ്ങനെ പതുക്കെ അതിന്റെ ഫ്ലേവേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒറിജിനൽ സാധനം, ഒരു ഒറിജിനൽ ഷവർ. നല്ല ടേസ്റ്റ് കേട്ടോ. അതായത് ആ പറഞ്ഞ സിനമനും ആ സ്പൈസസിന്റെ സാധനം കുറച്ചും കൂടെ വരുമ്പോഴാണ് ആദ്യം നമുക്ക് ഹിറ്റ് ചെയ്യുന്നത് തഹീനി. എന്താ ഫസ്റ്റ് ഗാർലിക് അടിക്കും. അതും അതായിരിക്കും മെയിൻ. പക്ഷെ കഴിച്ച് വരുമ്പം ഈ പറഞ്ഞ സ്പൈസസിന്റെ ഒരു ഇത് വരുന്നുണ്ട്. ഇത് കൊള്ളാം. നല്ല ഇത് കിടിലം. ഇത് ഷവർമ, അതായത് ആ ചിക്കന്റെ ഫ്ലേവർ അത് ഇങ്ങനെ ഫീൽഡ് വെൽ നന്നായിട്ട് നിറച്ചിരിക്കുന്നതാണ്. ഫുള്ള് ഒന്നിന്റെ വിലയില്ല. എത്ര ഇപ്പോ 9 റംസ് ആയിരിക്കും, 8 റംസ് ആയിരുന്നു. 9 ദറോടെ. പക്ഷെ ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാം. നമുക്കിവിടെ 4 കഴിക്കാനുള്ളതുകൊണ്ട് നമ്മളിപ്പം 2 കഴിയിട്ട് ഒതുക്കിയാണ്. എന്നാ എനിക്ക് ലഫയും കട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഒരു സോസിന്റെ ആവശ്യം വരുന്നില്ല ഈ ഷവർമയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഫറൂജിൽ പോയാൽ എനിക്കിഷ്ടം മെക്സിക്കൻ ആണ്. എരിവുള്ള മെക്സിക്കൻ ഷവർമയാണ് എനിക്കിഷ്ടം. പക്ഷെ നോർമൽ മേടിച്ചാൽ എനിക്ക് ഇതാണ് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞില്ല, ലഫയും കാട്ടിലും എന്തുകൊണ്ടും ദിസ് ഈസ് ദ ബെസ്റ്റ്. ഞാൻ ചുമ്മാ പറയാനല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരെണ്ണം കഴിച്ചേ ഉള്ളൂ. അവിടെ ഭയങ്കര അതാ റൊട്ടിക്ക് വികാരമില്ല, അതിന്റെ അകത്തിരിക്കുന്ന സാധനത്തിന് ഇത് കൊള്ളാം. ഞങ്ങൾ ലബനീസ് ബ്രെഡിൽ തന്നെ ചെയ്യണമെന്ന് പറയണം. എന്റെ ഫേവറേറ്റ് അങ്ങനെയാണ്. അല്ല സൂപ്പർ.
നമുക്ക് അടുത്തയിലോട്ട് പോവാം. സുബിനെ ഒരു മിനിറ്റ്, ഈ അപ്പൂപ്പനെ ഞാൻ വേറെ എവിടെയാ കണ്ടിട്ടുണ്ട്? ഈ ലോഗോയിൽ ഇരിക്കുന്ന അപ്പൂപ്പനെ ഞാൻ വേറെ എവിടെയാ കണ്ടിട്ടുണ്ട്? ഇത് വേറെ എവിടെ കണ്ടിട്ടില്ലേ? എവിടെ ഇരുന്നത്? നമ്മളെ നൗഷാദ് ക പണ്ടത്തെ ടേസ്റ്റി നൗഷാദ് കല്ലേ, അവിടെ എറണാകുളത്തൊക്കെ റെസ്റ്റോറന്റ് നടത്തിയ NBC കിച്ചൺ, പുള്ളിയുടെ ചിഹ്നം അതേപോലെ അല്ലേ? ഞാൻ എവിടെയൊക്കെയാ കണ്ടിട്ടുണ്ടത്, വേറെ എവിടെയൊക്കെയോ. ആദ്യത്തെ ഷവർമ അടിപൊളിയായിരുന്നു. പേരെന്തായിരുന്നു കടയിൽ ഒന്നും കൂടെ? ലയാലി ബുറൂദ് അൽ ഷാം. എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം അബു ഹൈൽ. ഇനി അടുത്ത നമ്മൾ എന്റെ ഫേവറേറ്റ് സ്ഥലത്തോട്ട് പോവുക. അയ്യോ എന്റെ ബാഗ്, ഞാൻ പോരെ. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഫറൂജ് ഈ അടച്ചിട്ടേക്കാണ്, എന്തെന്ന് നമുക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്നത് നൈല ഉഷയുടെ ഫേവറേറ്റ് ഷവർമ അല്ലേ? ഇതില് പറയുന്നത് ഓപ്പൺ ആണെന്നാണ്. ഓക്കെ, പക്ഷെ എന്തായാലും കടയില്ല. എന്തായാലും നമ്മൾ നൈല ഉഷയുടെ കടയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. നൈല ഉഷയുടെ കടയല്ല, നൈല ഉഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഷവർമ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഫറൂജ് ഞാൻ മറ്റേ ഫറൂജായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാം. ജുമേറയിൽ ഒരു അൽബാദിയ അവിടെ ഒരു ഫറൂജ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഈ ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകും. ഒരു കുഴപ്പമില്ല. എന്തോ ഇപ്പൊ ഞങ്ങൾ അതിനെ ഇറങ്ങിയല്ലേ. അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാ ആ ഫറൂജ് ആണ് OG ഫറൂജ്, തുടക്കം തൊട്ടുള്ള ഫറൂജ്. അതിനുശേഷം സ്പ്ലിറ്റ് ആയിട്ടാണ് ഫറൂജ് ആ ഫറൂജ് ഫുജേറയിൽ എന്തോ ഉണ്ട്, ഇവിടെയുണ്ട്, ദുബൈയിലുണ്ട്, ഷാർജയിലില്ല. ഷാർജയിലുള്ള ഫറൂജ് മാറി ഫ്രഷ് ചിക്കൻ കിങ് ആയി. അതിനുശേഷം ഇത് അൽ ഫറൂജ് ആയി. അങ്ങനെ 3 സ്പ്ലിറ്റ് ആയി ആ ഒരു ബ്രാൻഡ്. 3 സ്പ്ലിറ്റ് ആയി. എന്താണ് എനിക്ക് ഈ ഫറൂജിന്റെ ഷവർമ? 3 സ്ഥലത്തും ഏകദേശം സെയിം ഫ്ലേവർ ആണ്. ഞാൻ മെക്സിക്കൻ അവിടെ നിന്നും കഴിച്ചതാണ്, മെക്സിക്കൻ അബുയിൽ നിന്നും കഴിച്ചതാണ്, മെക്സിക്കൻ ഞാൻ ഷാർജ ഫ്രഷ് ചിക്കൻ കിങ് കഴിച്ചത്. ഏകദേശം സെയിം ഫ്ലേവർ ആണ്. ഷാർജയിലത്തെ മാത്രമാണ് കുറച്ചൊരു എഗ്ഗിന്റെ ചുഴ കുറച്ചൊന്ന് സോസിൽ കൂടിയ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ എല്ലാം ഏകദേശം, പക്ഷെ ഒറ്റ പ്രശ്നം പ്രൈസിങ്ങിലാണ്, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചിലപ്പം ഇന്ന് തുറന്നു തന്നെയാ കാണിക്കുന്നത്. ചിലപ്പോ അവര് ഇന്ന് എന്തെങ്കിലും പ്രശ്നമായിട്ട് എന്തായാലും ഇപ്പൊ പോകുന്നത് കിസൈസിലോട്ടാണ്. കിസൈസിൽ നിന്ന് വർക്കയിലേക്ക്, വർക്കയിൽ നിന്ന് നേരെ ജുമേറയിലേക്ക്. യാത്രയോട് യാത്ര കോണ്ടന്റിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഗൈസ്? എല്ലാവരും ലൈക്ക് അടിക്കൂ ഗൈസ്. ഇല്ല, എന്നാ മാത്രമാണ് അപ്പഴേക്ക് നമ്മള് വിശപ്പിങ്ങനെ കറക്റ്റ് ബാലൻസ് ആയി പോകും. സത്യം. എന്തിനാണെങ്കിൽ നമ്മൾ നേരെ കിസൈസിലോട്ട് പോവുകയാണ്. കിസൈസ് ബീഫ് ചിക്കൻ അല്ലേ? അത് ബീഫ് 2 ചിക്കൻ, അതിൽ ഒന്ന് ചിലപ്പം സ്പൈസിക്ക് വേണ്ടി സെപ്പറേറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. അടുത്ത ഷവർമ കഴിക്കാനായി നമ്മൾ വന്നിരിക്കുകയാണ്. നൈല ഉഷ എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്ന ഫേവറേറ്റ് ഷവർമ എന്ന് പറയുന്ന സ്പോട്ടിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലാണ് നൈല ഉഷയുടെ ഒരു ഫേവറേറ്റ് ഷവർമ സ്പോട്ട്. തള്ളാണ് ഇത്, ഫസ്റ്റ് സ്പോട്ട് അല്ല. ഫസ്റ്റത്തെ സ്പോട്ട് നൈല ഉഷയുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. അതെ പൊള്ളന്നെ. നോക്കാം, വല്ലതും പറഞ്ഞാണ്. കുറച്ച് നാളായി പറഞ്ഞിട്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. പുള്ളിക്കാരി സ്റ്റോറി ഇങ്ങനെ ഇടാറുണ്ട്. സോ വീൽ ടാഗ് യു നൈല ഉഷ. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ക്യാമറ പോലെ ഒറ്റ കാര്യത്തിൽ ഭയങ്കര ഓവർ എക്സ്പോസ്ഡ്. എല്ലാവരും ഓവർ എക്സ്പോസ്ഡ് ആണ്, സുഖയില്ല. നിനക്ക് ആ വിവോ ആണ് ഇഷ്ടപ്പെട്ടത്? നമ്മളന്ന് യൂസ് ചെയ്തത് അതിന്റെ ക്യാമറ ഓക്കെ X200T കഴിഞ്ഞ ദിവസം. അത് അടിപൊളി. അതിനെ വെച്ച് നോക്കുമ്പോ ഇതിന്റെ ക്യാമറ പോരാ. ഇല്ല, അതിനെ വെച്ച് നോക്കുമ്പോ പോരാ. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ തന്നെ മുട്ടായി പോലെയാണ് തരണത്. അവരിങ്ങനെ പൊതിയും, നമ്മളെപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. ഓ, ആ തേടി നിങ്ങൾ അടിച്ചോളൂ. ആ ശരി, നമുക്ക് ഇങ്ങനെ കാണിക്കാലോ. പിച്ചി അങ്ങ് എടുത്ത് ഇതെങ്ങനെ ഓണായി? അത് ഓണാ. അടി, ഇതടി. Cheers. ബിസ്മില്ലാ റഹ്മാനിർ റഹീം. മറ്റാണ് ഇപ്പൊ പറയരുത്, നിങ്ങൾ ലാസ്റ്റ് എഴുതിയാൽ മതി. നല്ല ചോർമ്മ. ഇത് കൂടി പോയാ നമ്മളാ തൂമാണ് മയോണൈസ്. അതൊക്കെ ഇനിയാണ് ഇവിടുത്തെ മെക്സിക്കൻ അടി. മെക്സിക്കൻ ഷവർമ. ഇത് എരിയുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ചക്ക് ഇഷ്ടപ്പെട്ടത് മെക്സിക്കൻ ഷവർമ ഫ്രം ബിലാദൽ ഷാ. ഇതിനൊരു എഫക്റ്റ് ഉണ്ട്.
അടിപൊളി. ഇത് വെരി ഗുഡ്. ഓ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ചില ഷവർമാസിന് സോസ് ആവശ്യമില്ല, ചില ഷവർമാസിന് സോസ് വന്നാൽ മാത്രമാണ് അത് പൂർത്തിയാവും. ഇത് വളരെ നന്നായി. അല്ലെങ്കിൽ മറ്റേത് വളരെ മിഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, ഇതിപ്പോ സാധനമല്ലോ നീ കഴിക്കണത്, മെക്സിക്കല്ലോ. ഇതെങ്ങനെയുണ്ട്? മറ്റേ ക്രീം എന്താ വെച്ചാ ഏതാ മലയാളിക്ക് പറ്റിയ ഏതാ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്? ഇതല്ലേ മെക്സിക്കൻ അല്ലേ? അതാണ് സംഭവം. ഓവർ എരിവൊന്നുമില്ല. ചെറിയൊരു ഹിറ്റ്, പക്ഷെ ഫ്ലേവറും ചെറിയ സിട്രസ്ലി ഫീലിംഗ് ഒക്കെ. നല്ല ഫ്ലേവർ. സോ ബിലാദൽ ഷാമിലെ മെക്സിക്കൻ ഷവർമ. അതൊരു സിട്രസ്ലി ടേസ്റ്റും അതിൽ ആ ഹിറ്റും കൂടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ, സോ നൈസ്. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മെക്സിക്കൻ എനിക്ക് തോന്നിയിരുന്നു പൊളിച്ച്. ഇതിപ്പോൾ കൺഫ്യൂഷൻ ആയില്ലേ? അപ്പം ഞാൻ ഇവിടെ മെക്സിക്കന് റേറ്റ് ചെയ്യുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ മറ്റേ റേറ്റ് ചെയ്യില്ല. ഇത് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ യുവർ റേറ്റിംഗ്. നിങ്ങൾ റേറ്റ് ചെയ്തോ, ബട്ട് ആസ് ഐ മെൻഷൻ ക്ലിയർ ജഡ്ജ്മെന്റ് വരുന്നത് ഒരു സോസ് അതിന്റെ ഫ്ലേവർ എടുക്കുന്നത് ഈ ഡിഷ് നല്ലതാണ്, യാതൊരു സംശയമില്ല. ഡിഷ് അടിപൊളിയാണ്, ഇത് മെക്സിക്കൻ അടിപൊളിയാണ്, ഒരു സംശയമില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഷവർമ എന്ന് പറയുന്നത് ഒരു സോസിനെ വെച്ചിട്ടല്ല അതിന്റെ ഫ്ലേവർ നമ്മൾ തീരുമാനിക്കേണ്ടത്. മറ്റേത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ള കളർ സോസ് കൂടിപ്പോയി. അത് മാത്രമല്ല, അത് സോസ് കൂടിപ്പോയിന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണ് കൂടി. നിങ്ങൾക്ക് മറ്റെടുത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കൂടി പോലെ തോന്നിയിരുന്നു, ഇല്ല. പക്ഷെ ലേറ്റർ ചിക്കൻ അത് കുറച്ച് കൊണ്ടുവന്നു. പക്ഷെ ഇതിന് ഓരോ ബൈറ്റിലും അത് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാല് ഈ നമ്മുടെ ഇതിന്റെ അകത്തുള്ള ചിക്കന്റെ മാരിനേറ്റ്സ് കുറച്ച് കുറവാണ്. ഓക്കെ, മനസ്സിലായോ? മറ്റേ കുറച്ചും കൂടെ ഫ്ലേവർ ആയിരുന്നു ആ ചിക്കൻ, ആ മാരിനേറ്റ്. അതാണ് വ്യത്യാസം. അപ്പൊ അടുത്ത സ്പോട്ടിലോട്ട് ജംപ് കട്ട്. ഇതിന്റെ പ്രൈസ് മറ്റേ നമ്മൾ പറഞ്ഞു 9 ആണെന്ന് പറഞ്ഞു. 9 റംസ്, ഇത് 10 റംസ്. 10 റംസ് രണ്ടെണ്ണം കൂടെ അല്ല, ഒരെണ്ണം 10 റംസ്. സ്പൈസി ആയതുകൊണ്ട് വില കൂടുന്നൊന്നുമില്ല. 10 റംസ് തന്നെ. മെക്സിക്കൻ ആയാലും ചിക്കൻ ആയാലും. സോ ഐ വുഡ് ഓൾവേസ് കം ഫോർ മെക്സിക്കൻ ഷവർമ ഇവിടെ. ഡെഫിനറ്റ്ലി മെക്സിക്കൻ ഷവർമ സൂപ്പ്. അതാ കഴിക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നമ്മൾ പറയും. അപ്പൊ അങ്ങനെ നമ്മളുടെ ബാദൽ ശ്യാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ഓഫ് ടു വർക്ക. അങ്ങനെ അടുത്ത കട എത്തിയടേ. അടുത്ത കടയുടെ പേരാണ് റീംസ് ഷവീർമ. ഷവർമ അല്ലടാ, ഷവീർമ. ഗൈസ് പേരൊന്ന് മാറി, ഷവീർമ എന്നാക്കി. അപ്പൊ ഇതാണ് റീം ജോർദൻ ഷവർമ. ഷിവീർമ 1975 അവിടെ ജോർദനിൽ സ്റ്റാർട്ട് ചെയ്ത ഷവർമയാണ്. ഇയാള് പക്ഷേ ഇത് ലെബനീസ് ഇൻഫ്ലുവൻസ് ആണ്. ലെബനനിൽ പോയി പഠിച്ചിട്ട് ഈജിപ്തിൽ പോയി സ്റ്റാർട്ട് ചെയ്തതാണ്. അടിപൊളി, നല്ല മനുഷ്യൻ. അപ്പൊ ആക്ച്വലി ഇത് ഈജിപ്റ്റ് ജോർദനിൽ പോയി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഒരു ലെബനീസ് ഇൻഫ്ലുവൻസ് ജോർദാനിയൻ ഷവർമ. അയ്യോ എന്തോന്നത് സൈസ് ഉണ്ടോ? ഹലോ, നമസ്കാരം. ഭയങ്കര കപ്പ് എന്ന് പറയണായിരുന്നു. ചോക്ലേറ്റ് കപ്പ്. ഒരു ബനാനയുടെ സാധനം ഉണ്ട് ഇവരുടെ കേട്ടാ. ഒരു ബനാന പുഡിംഗ് അല്ല, ഒരു ബനാനന്റെ ഒരു സാധനം ഉണ്ട്. ഒരു ബനാന കേക്ക്, ബനാന കേക്ക്, ഒരു കേക്ക്, ബനാന, ഒരു ക്രീം ഇട്ടിട്ട് ഒരു സാധനം ഉണ്ട്. അന്ന് സാധനം. അപ്പൊ ബനാന പുഡിംഗ് ആയില്ലേ? പക്ഷെ പുഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിക്കില്ല. റെഗുലർ ഷവർമ, only beef. ഒരു സാധനം ഇവിടെ ഇല്ല. Can I take one video proper? Reem Shawarma since 1975. Okay, he'll take from there. Khalas, no problem. പുള്ളിക്ക് ഒരു ഹാപ്പി ഇല്ല. പുള്ളി നീ വെറുതെ എടുത്തോ, അത് കറക്കണ്ട, സൈസ് കാണിച്ചാൽ മതി. കേറിക്കോ. അയ്യോ അയ്യോ, ഇങ്ങനത്തെ കച്ചവടം ചെയ്താലോ? ഇങ്ങനത്തെ കച്ചവടം ചെയ്താലോ? ഷവർമ ജസ്റ്റ് ഒരു ചിക്കൻ ഷവർമ. ഇവിടെ ബീഫ് ഉള്ളൂ, ഇവിടെ ഒരു ഒന്നുമില്ല. പൊളിച്ച്. താങ്ക് യു. കണ്ടില്ല, അത് നമ്മുടെ ക്യാമറാമാൻ സിനാനൊപ്പം. നീ ഇന്നോ ഉറപ്പാ? മധുരം. നമ്മളെന്തായാലും സാധനം സൂപ്പറാണെന്ന് തോന്നുന്നു. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. എന്ത് സാധനോടാ അത്? എന്ത് സുഖല്ലേ? പുറത്ത് കഴിഞ്ഞ് എടുക്കുക പോവുക കണ്ടം വഴി കൊള്ളാടേ. ഞാനും പറഞ്ഞിങ്ങനെ ഒരു ഷവർമ മാത്രമേ നല്ല സാധനം ആണെങ്കിലോ
സീക്രട്ട് ബേക്കറിയാ, സീക്രട്ട് ഏജന്റ് ബേക്കറിയാ. നീ ഇവിടെ കട തുടങ്ങിയ ഞാൻ അറിഞ്ഞില്ലല്ലേ? ഗൈസ്, ഇതാണ് ബിൽ. മറ്റേ ഇത് മെനു. ഷവർമ റെഗുലർ 11, ഇനി അടുത്ത ഏറ്റവും പിന്നെ ഷേക്കർ, അറബിക് പ്ലാറ്റർ, 1.25 കിലോ ഷവർമ കിട്ടും കേട്ടോ 42 തരത്തിന്. ഫീൽ ഫ്രീ ടു കം ആൻഡ് ട്രൈ. അത് മാത്രമല്ലേ, നമ്മൾ ആദ്യം കഴിച്ചത് 9, 10, പിന്നെ കഴിച്ചത് 10. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 20 ഒറ്റയടി 20 ചാടി നമ്മൾ. സാധനം കിട്ടി. താങ്ക് യു. ഇങ്ങനെയാണ് ഒരു ഷവർമ തുറക്കാൻ. ഇത് ഞാൻ ആരും വീഡിയോ കണ്ടല്ലേ? നിങ്ങൾ ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്ന എന്നിട്ട് എന്നോട് പറ എങ്ങനെ ഉണ്ട്. ബിസ്മില്ല. നല്ല മണം. ഇത് തഹീനി വെജിറ്റബിൾസ്. എപ്പിടി ഇരിക്കേ? നിങ്ങള് ബീഫ് ലവർ ആണെങ്കിൽ നിനക്ക് ഉറപ്പാണ് വേണ്ടെന്ന്. എന്താ ഫ്ലേവറും, ഒരു രക്ഷയില്ല. ടു ഗുഡ്. പൊളിച്ച്. എന്താ ഇതിൻ തഹീനിയാണല്ലേ? മറ്റേ തൂമല്ല. എപ്പോഴും ബീഫിന് തഹീന ഇടും, തൂമിടില്ല. ഓക്കെ. മട്ടനിലും തഹീന ഇടും, തൂമിടില്ല. മട്ടൻ ഷവർമ ഉണ്ടോ? മട്ടൻ ഷവർമ ഉണ്ട്. ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ തഹീന തന്നെ ഇടും, അവര് തൂമിടില്ല. ചിക്കനിലാണ് തൂമിടുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഇത് കഴിക്കണോ? അതാ പറഞ്ഞത് ഇത് കഴിക്കണോ. ഇത് ഉള്ളിയൊക്കെ ഉണ്ട്. ഉള്ളി, തക്കാളി. സൂപ്പർ. കുഴപ്പമില്ല. നീ വേണ്ടെന്ന് ഒരു കടി കഴിച്ചോ? ഒറ്റ കടി വേണ്ടേ? വേണ്ട, ഞാൻ കഴിക്കും. ഞാൻ കഴിച്ചിട്ട് വരാം. കഴിച്ച മോനെ എന്താ സാധനം? എല്ലാം ഉണ്ട്. ചിലപ്പോ ജവാനല്ല ഓർമ്മ വരും. മടങ്ങ നടി. നല്ല നീറ്റ്. അടിപൊളി അല്ലേ? നല്ല ചോയ. എക്സാക്ട്ലി. ഇവിടെ പാർസൽ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കേണ്ട സ്ഥലമൊന്നുമില്ല. നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കച്ചയിലൊക്കെ പാർക്ക് ചെയ്തിട്ട് കഴിക്കാം. നല്ല ജ്യൂസി ബീഫ്. യൂഷ്വലി ഒരു ബീഫ് ലവർ അല്ല ഷവർമയുടെ കേസിൽ. പടച്ചോ നിങ്ങൾക്ക് കൊണ്ടിട്ടതാ ഈ ബീഫ് ഷവർമ ഇന്നലെ എനിക്ക്. അപ്പം നമ്മളെ 3ാമത്തെ സ്പോട്ട് കഴിഞ്ഞു. ഒത്തിരി ടഫാട്ടോ. അല്ല എന്റെ അമ്മേ, നിങ്ങൾ വിചാരിച്ചല്ലോ ഇത്. ഇത് വേറെ. അങ്ങനെ നമ്മൾ നാട്ടിലെ ഒരു കിടിലം കടയായ ഇതിന്റെ പേരെന്തായിരുന്നു? സ്മൂച്ചോ. എന്തിനങ്ങനെ പേരിട്ടത്? സ്മൂത്ത്. ഇതാണ് കടയുടെ പേട്ടി. സ്മൂച്ചോ. ചോക്കോ കിസൻ ക്രീമി ഹഗ്സ്. ഹൗ മച്ച് ചോക്ലേറ്റ് ഇസ് ടു മച്ച് ചോക്ലേറ്റ്? എത്ര ചോക്ലേറ്റ് ആണ് ഏറ്റവും ഭയങ്കര കൂടുതൽ? ഓക്കെ. പണ്ഡിതനവൻ. സ്മൂച്ചോ. അപ്പൊ നമ്മൾ സ്മൂച്ചോയിലിരിക്കുകയാണ്. അവനുണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ ഇതൊക്കെ പിടിച്ച് സ്മൂച്ചോ. കറക്റ്റ് അല്ലേ? അതെ. അവനിപ്പോ അതാണ് അവന്റെ കോണ്ടന്റ്. പോയേക്കാണ്. നാളെ വരുമായിരിക്കും. നാളെ എത്തും. ഇപ്പൊ മലേഷ്യയിൽ ഷർട്ട് മൂടാൻ നടപ്പുണ്ട് ബീച്ചിൽ. മറ്റേ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഇതിലാണെങ്കിലും നമ്മൾ മറ്റേത് കഴിച്ച് അപ്പൊ ഒരു സ്വീറ്റും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ദാറ്റ് വിൽ ബി ജുമേറ ആയിരിക്കും അല്ലേ? അല്ല, നമുക്ക് അബുഹയില് പോയി നോക്കാം. അബുഹയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പോവാം. അല്ലെങ്കിൽ ചുറ്റല്ലേ? അല്ല, ചുറ്റൊന്നുമല്ല. എല്ലാം എനിക്ക് കറക്റ്റ് തന്നെ. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഇതെന്താ? ഓ, വൈറ്റ് ചോക്ലേറ്റ്. ഇത് വിത്ത് ഐസ്ക്രീം. വിത്തൗട്ട് ഐസ്ക്രീമാണ് വേണ്ടത്. സാർ, ഇത് നിങ്ങൾ എന്തായാലും അടിക്കണം. നിങ്ങൾ അടിക്കണം. ഇത് മസ്റ്റ്. ഇത് ചോക്ലേറ്റ് കപ്പാ? ചോക്ലേറ്റ് കപ്പ്. ഇതാണ് ചോക്ലേറ്റ് പേരിട്ട ട്രിപ്പിൾ ചോക്ലേറ്റ്. എന്താ ട്രിപ്പിൾ ചോക്ലേറ്റ്. എന്തൊക്കെയുള്ളത്? ട്രിപ്പിൾ ചോക്ലേറ്റ്. ബ്രൗണി, പ്രീമിയം ബ്രൗണി, ഹേസൽനട്ട് ചോക്ലേറ്റ്, സ്പഞ്ചിന്റെ പിന്നെ ചോക്ലേറ്റ്. അങ്ങനെ ലെയറാ പടച്ചേ. ഓ, ഞാൻ ഇപ്പൊ ഉറങ്ങും. ഇങ്ങനെ എടുത്ത്. ഓ, നീയല്ലേ ചോക്ലേറ്റിന്റെ ആള്? ഫൈനലി ചോക്ലേറ്റ് കപ്പ് ഇതാ വർക്ക് ചെയ്തു.
അവൻ വെറും 15 dirhams. 15 dirhams. only 50? ആ ഇത് ബനാന തന്നെ, നല്ല മണം ബനാനേൻ്റെ. ബനാന സുനാമി. ഓ പുഡിംഗ് ആയിട്ട് പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത്. നല്ല മധുരം. ഓ എന്താ ചോക്ലേറ്റ് ഇത് വെരി സ്വീറ്റ്, വെരി സ്വീറ്റ്. ഓ ഇത് മറ്റേത്, എടാ ഇതാണ് മറ്റേ സ്ട്രോബെറി മുക്കി വെച്ച ചോക്ലേറ്റ്. നല്ല നോക്കിയിരുന്നു. പിന്നെ അത് ലണ്ടൻ സാധനം പറഞ്ഞ് വൈറലായില്ലാണ്. ലോഞ്ച് ചെയ്ത് വെരി നൈസ്. ഇത് നമ്മളെ സ്ഥിരം ഗ്ലോബൽ വില്ലേജ് പോയി കഴിക്കണം. ഗ്ലോബൽ വില്ലേജിൽ പോയി കഴിയുന്ന സാധനം. കുറച്ച് ദിവസം ഫ്രീ ആണ് ഇവിടെ. ഫ്രീയാ? ഫ്രീ ആണ്. ഈ ഐറ്റത്തിന്റെ കൂടെ ഫ്രീ ആണ്. ഏത് കോംബോ ഓഫർ. ഏത് സുനാമി വാങ്ങിച്ചാലോ? 35 ഒരു മെനു. ഓ സുനാമി വാങ്ങിച്ചാൽ ഇത് ഫ്രീ, സ്ട്രോബെറി ഫ്രീ. അത് ബനാനക്ക് സ്ട്രോബെറിക്ക് ഒരു വിലയില്ലേ? അത് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്നുള്ളത്. ഓ ഓ ഓ ഇത് എല്ലാം മാതിരി. ഇതിന് ഞാൻ ഇന്നലെ കഴിച്ചു നോക്കിയതാ. ഇത് റഫല്ലോ, തേങ്ങ, ചീസ്. ചീസാണ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് കൊള്ളാടാ, നീ ഇപ്പൊ കഴിക്കുമ്പോൾ സാധനം അടിപൊളിയാ. നല്ല രസാ. അത് ഓന്റെ സാധനം അല്ല, ആ ചീസ് ഇഷ്ടല്ല. ഇവന് ചോക്ലേറ്റ് ആണല്ലേ? അത് ചോക്ലേറ്റ് അങ്ങനത്തെ ഉണ്ടോ? ചോക്ലേറ്റ് മേൻ. ചോക്ലേറ്റ് അപ്പൊ നിങ്ങൾക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ സാധനം കഴിക്കാനായിട്ട് സ്മൂച്ചോസ്. ഈ മൂച്ചോ ബ്രദേഴ്സിന്റെ ആണ് സ്മൂച്ചോസ്. സ്ട്രോബെറി സാധനം ഇതിലായിട്ട് ഐസ്ക്രീം ഉള്ള പക്ക. അതിന് അതിൽ ഐസ്ക്രീം കിട്ടിയില്ലല്ലോ. ഇത് തണുപ്പുണ്ടേനു. ബെസ്റ്റ്. ഇത് തണുപ്പുണ്ടേനു. ഐസ്ക്രീം ഇല്ലാത്ത രസം. നിങ്ങൾ അടിച്ചു നോക്കി. ഇത് തന്നെയാണ് ഞാൻ ഇന്നലെ അടിച്ചേ. ഇല്ല നിങ്ങൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ശീത്ത ശീലം ടേസ്റ്റ് ആണ് ഐസ്ക്രീം ഇല്ലാത്ത. എല്ലാം കൊള്ളാം, നല്ല മധുരമുണ്ട്. അപ്പം മധുരം കഴിക്കുന്നവർക്ക് ഇങ്ങോട്ട് നേരെ പഠിക്കാം. അങ്ങനെ മൂച്ചോസിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സ്മൂച്ചോസ് എല്ലാ ഷവറും വരുന്ന അടുത്തൊരു ടേസ്റ്റ് അറിയണ്ടേ? അതെ ന്യൂട്രലൈ ഇനി നമുക്ക് പോയിട്ട് അടുത്ത ഷവർ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ. താങ്ക് യു ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച ഓൾ ദി ബെസ്റ്റ്. അതായത് ഈ വീഡിയോ വരുന്ന സമയത്ത് ഓപ്പൺ ആയിരിക്കും അല്ലേ? ആയിരിക്കും. നിങ്ങളിടുന്നു ആയിരിക്കും. അപ്പൊ നമ്മൾ നേരെ പോകുന്നു ഗൈസ്. അല്ല ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മൾ സ്വീറ്റ് കഴിച്ച് നല്ല മത്തടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഈ ഷവർമ, ദിസ് ഷവർമ ഇസ് വെരി സ്പെഷ്യൽ. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. അപ്പൊ നമ്മൾ ഇനി നേരെ ഒന്ന് കറങ്ങും അഗൈൻ ബാക്ക് ടു അബുഹേൽ. അവിടെ പോയിട്ട് മറ്റേ നമ്മുടെ ഫാറൂജ് അല്ലേ, അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ നേരെ മഷാദി പോയിട്ട് ഒരു ചായയും കുടിച്ച് മക്രോണിയും കഴിച്ച് വീട്ടിൽ പോകും. ഓക്കെ, സോ അപ്പൊ അതാണ് പരിപാടി. ഇപ്പം ലെറ്റ്സ് ഗോ. ഇപ്പൊ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ കട കാണാം. ഫറൂജ് ഞാൻ പറയാം, ഞാൻ കഴിച്ചിട്ടുള്ളതുകൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്റെ നമ്പർ 1 അതാണ്. ഫറൂജ് മെക്സിക്കൻ ഇസ് വെരി ഗുഡ്, വെരി നൈസ്. എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഓർമ്മയുണ്ട്. നമ്മൾ നേരത്തെ കഴിച്ച ബിലാദൽ ഷാം. ഇത് കഴിച്ചിട്ട് ആ ഒരു സിട്രസി ഫ്ലേവർ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ട്രൈ ചെയ്യണം. സോ ലെറ്റ്സ് ഗോ. നമുക്ക് അബുഹയിലോട്ട് പായ. അങ്ങനെ ഗൈസ്, നമ്മൾ ഫൈനൽ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അൽ ഫറൂജ് ഷവർമ ഗ്രിൽ ചിക്കൻ. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ഷവർമ പരിപാടീസ്. റെഡി? എന്ത് കഴിച്ചാലും മഷാദിലെ ചായ അതൊക്കെ അത്രേ ഉള്ളൂ. മക്രോണി അത് തരുന്ന സുഖം വേറെ ഒന്നിനും. ഇത് ഹമ്പ, ഇത് അതല്ല, ഇത് മറ്റേ സീബ്ര അല്ല ഗൈസ്, ഇതാണ് കട. പക്ഷെ സത്യം പറഞ്ഞാൽ നേരത്തെ കട ഓപ്പൺ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും തോന്നുന്നത്. നിങ്ങളെ കമ്പനിയാ പുള്ളി? നമ്മളിങ്ങനെ കമ്പനി ആക്കല. ഓ അങ്ങനെ നമ്മള് സ്ഥിരം വരുന്ന. ഞാൻ വിചാരിച്ച പുള്ളിയുടെ ഏതോ മച്ചാൻ കമ്പനിയാണെന്ന് ഇരിക്കണേ. നമ്മളെപ്പോഴും എല്ലാവരോടും അങ്ങനെ ആയിരിക്കും. ഇതാണ് ഗൈസ് കട. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കിട്ടും ഇവിടെ. ഇവിടെ സ്പൈസിയും ഉണ്ട്. അല്ല, ഒരു മെക്സിക്കൻ പറഞ്ഞു, ലെബനീസും പറഞ്ഞു. അതാണ് ഞാൻ ഇവിടുന്ന് കഴിക്കാറ്. ഇത് ഒരു ലെബനീസ് ചിക്കനും ഒരു മെക്സിക്കൻ. ഇത് 7 ദറു. അതല്ലേ പറഞ്ഞ 7 ദറു. അതല്ലേ പറഞ്ഞ ഗൈസ്, ഇവിടെ 7 ദർഹേ ഉള്ളൂ ഷവർമയ്ക്ക്. മെക്സിക്കൻ ഷവർമയ്ക്ക് 7, ലെബനീസ് ഷവർമയ്ക്ക് 7. അതില് മറ്റേ സാജ് ബ്രെഡിലാണ് നിങ്ങൾ വേണ്ടെങ്കിൽ 10. ഇതാണ് ഇപ്പൊ ഏറ്റവും ലാഭം. ഇത്രയും നമ്മൾ കഴിച്ചതില് അത്. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒൺലി ഹിയർ ഇൻ ദിസ് അബുഹേൽ. അതെ, ഷാർജ ഇവരുടെ ഫ്രഷ് ചിക്കൻ കിങ്ങിലും അതേ ഉള്ളൂ. 7-8 ദിർഹംസ് തന്നെ ഉള്ളൂ. ലെറ്റ്സ് ഈറ്റ്. 7 ദിർഹംസ്. നമ്മൾ ആദ്യം കഴിച്ചത് 9, പിന്നെ കഴിച്ചത് 10, പിന്നെ കഴിച്ചത് 11. ഇപ്പൊ നേരെ തിരിച്ച് ബാക്ക് ടു സ്ക്വയർ 1 7 വന്നിരിക്കുകയാണ്. എന്നിട്ട് ഒരു പേപ്പറും പെന്നും കൊടുക്കണം, എഴുതണം. എന്നിട്ട് എന്റെ ലിസ്റ്റ് അവൻ എടുത്തു തരും. ഓക്കെ, ഇല്ല മാറും. എനിക്ക് തോന്നണില്ല.
പക്ഷെ മാറണം എന്ന് വെച്ചാൽ അത് 100% ഒരു ഷവർമ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ തെളിയിക്കാൻ നോക്കുന്നത്, എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് സെയിം അല്ല. എസ്പെഷ്യലി ബെസ്റ്റ് ഷവർമാസ് എന്ന് പറയാം, പക്ഷെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആവണം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ബ്രോസ്റ്റഡ് ബർഗർ, ചിക്കൻ ബർഗർ, ചീറ്റോസ് ബർഗർ. ഇവിടെ കണ്ട, ഇവിടെ ഈ ഷവർമ വില കൂടുതലാണ്, 13. ഷവർമ ബീഫ് 13 ദിർഹംസ്. നമുക്ക് അവിടെ 11 പക്ഷെ അത് 13 ഡബിൾ വേർത്താണ്. 11 അത് സൂപ്പർ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. റെഡ് കളർ മെക്സിക്കൻ, യെല്ലോ കളർ ലെബനീസ്. താങ്ക് യു ഗൈസ്. അങ്ങനെ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ഷവർമ വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ റെഡ് ഇസ് മെക്സിക്കൻ, യെല്ലോ ഇസ് സാദാ ലെബനീസ്. ഇത് മറ്റേത് ലെബനീസ്. ആദ്യം ലെബനീസ് കഴിക്കും, എന്നിട്ട് മെക്സിക്കൻ കഴിച്ചാൽ അതിനകത്ത് വേറെ പൊതി ഉണ്ടാവും. ഇടുതോ വേറെ പൊതി ഉണ്ടാവും. ശരിയാണല്ലോ, പൊതിക്കുള്ളിൽ മറ്റൊരു പൊതി. ഇത് ചോട്ടു ഐറ്റമാണ് കേട്ടോ, നോട്ട് സോ ബിഗ്. വെരി നൈസ്. ഓ നല്ല സ്മെല്ല്. കുറച്ച് ഇവര് മാരിനേഷനിൽ ഓറഞ്ച് ഇടും ചില ആൾക്കാർ, ലെമൺ ഇടും ചില ആൾക്കാർ. ലെമണോ വെരി സിട്രസ് സാധനമുണ്ട്. ഓ ജ്യൂസി ചിക്കൻ. യെസ്, ജ്യൂസിയസ്റ്റ് ഷവർമ ചിക്കൻ കിട്ടാൻ ഫറൂജില്ല. അടിപൊളിയല്ലേ? ഇവിടുത്തെ ചിക്കൻ ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ്. അതുപോലെ ഈ സാധനവും പൊട്ടാറ്റോ ഫ്രൈസ് എനിക്കൊന്നും പറയാനില്ല. അടുത്തതാണ്, ഇതാണ് സ്റ്റാർ കേട്ടോ. ഞാനും കഴിക്കണം മെക്സിക്കനാണ്. ഇത് ജസ്റ്റാണ്, ലെമൺ ജസ്റ്റ്. അത് തന്നെ അത് തൊലി. യെസ്. ഓക്കെ, ദിസ് ഈസ് മെക്സിക്കൻ ഷവർമ. Oh man. Oh. Man, this is അടിപൊളി. എനിക്ക് ഒരു മിസ്സാകുന്ന ഒരു സ്പോട്ടാണ് ഫറൂജ. എനിക്ക് എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ നിന്ന് ഫറൂജ് വരാതെ എനിക്ക് എപ്പോഴും ഡൗട്ടാണ്. സോ ദൈവ നല്ല മെക്സിക്കൻ സ്പൈസ് ഹിറ്റും ആൻഡ് ലെബനീസ്. നല്ല ജ്യൂസി ചിക്കനും അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഫ്ലേവർ. എനിക്കിതിൽ ഏറ്റവും തിരി വന്നതെന്നറിയോ, നമ്മൾ മറ്റവിടെ കഴിച്ചപ്പം ബാദൽ എന്താണ് ബിലാൽ ഷാം. നമുക്ക് അവിടുത്തെ ഇത് മാത്രം ഇഷ്ടപ്പെട്ട. നോർമലും കിടിലുമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷവർമ സ്പോട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് പോയി നോക്കാം. നോ പ്രോബ്ലം, വി ആർ ഓൾവേസ് ഓപ്പൺ. ഇത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം, എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പുള്ളിക്ക് ഷെയർ ചെയ്തു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാ. അതേപോലെ നിങ്ങളോടും. യെസ്, നിങ്ങളോട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോയി വരൂ, പേപ്പറും പെന്നും എടുക്കട്ടെ. വാട്ട് ടൈം ഡു യു ഓപ്പൺ? But I came here 1:30. It was closed today. No? So not possible. ഇതും കൂടെ കഴിച്ചു, അപ്പോഴേ എനിക്ക് മറ്റത് ഞാൻ പറഞ്ഞ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഒന്നുമില്ല, ഞാൻ പറയാം. വേണ്ട, എഴുതിയോ? അപ്പൊ നമുക്ക് എന്തായാലും എഴുതാം ഗൈസ്. ഫസ്റ്റ് പക്ഷെ അവര് നേരത്തെ പോയ കടയുടെ പേരെന്തോന്നും ലയാലി ഫുറൂദ് അൽ ഷാം. ലയാലി ഫുറൂദ് അൽ ഷാം. ഇതാണ് എന്റെ ലിസ്റ്റ്. Come on, മോനി കൊടുക്ക്. ഇതാണ് എന്റെ ലിസ്റ്റ് ഗൈസ്. ഇത് ഫറൂജ്. നാലാമത് നിങ്ങൾ രണ്ടാലും ഒരേ സ്ഥലം കൊടുത്തു, ബാക്കി മൂന്നും വ്യത്യാസം. വരൂ, അതങ്ങോട്ടും ഇങ്ങോട്ടാവും. ലിസ്റ്റ് ലയാലി ഫസ്റ്റ് എന്റെ ഫറൂജി, സെക്കൻഡ് റീം, എന്റെ തേർഡ് ഫറൂജി, പിന്നെ ബിലാൽ ഷാം. കറക്റ്റ്, അത് അത്രേ ഉള്ളൂ. ബാക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. രണ്ടും നൈസ് അല്ലേ? എന്ന് വെച്ചാല് എനിക്ക് ഇവിടുത്തെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ്. ഞാൻ ഇവിടുന്ന് മേടിക്കുന്ന പ്ലേറ്റ് ഷവർമയാണ്. ഞാൻ പ്ലേറ്റ് ഷവർമ വാങ്ങും. എന്തുകൊണ്ട് ഇവിടുത്തെ ചിക്കൻ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഷവർമയും നൈസാണ്. അതായത് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കും നോർമൽ ഇഷ്ടപ്പെടുന്നവർക്കും ഫ്ലേവർ വൈസ് മെക്സിക്കൻ ഓൾ ടൈം ഫേവറേറ്റ്. ഞാൻ മറ്റേത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേത് ആ ഫ്ലേവർ അത് ഭയങ്കര രസമാണ്. ഞാൻ പറയാം, അത് ഞാൻ സെക്കൻഡ് കൊടുത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നോട് ചോദിക്കാൻ ഞാൻ ഫസ്റ്റ് കൊടുത്തേനെ. ലൈക്ക് വെരി ഈക്വൽ. മറ്റേത് ഞാൻ പറയാം, നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രം. അതായത് ചിക്കനിൽ വരുന്ന സ്പൈസ് ഫ്ലേവേഴ്സിന്റെ ഒക്കെ ആ ഒരു സാധനമുണ്ട് ഇൻഫ്യൂസ് ചെയ്തേക്കുന്ന. സോ നൈസ്. എന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ഒക്കെ നമ്മൾ ഇത്രയും ഷവർമാസ് കഴിച്ചതിൽ നമുക്ക് ഷവർമ ചിക്കൻ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഒരിടത്തും നമുക്ക് വന്നിട്ടില്ല. ഇല്ലല്ലോ. അത് ലയാലി ഫുറൂദ് അൽ ഷാം മാത്രമാണ് നമുക്ക്. ഞാനും എഗ്രി ചെയ്യുന്നു.
ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ജസ്റ്റ് ഈ ലെമൺ ജസ്റ്റ് ഉണ്ട്, അതെ അതെ പല സാധനങ്ങളും വരും. അതായത് ഈ ചിക്കന്റെ ആ ഒരു റോ ഫ്ലേവർ നമുക്ക് കിട്ടൂല. പക്ഷെ മറ്റവിടെ അത് കറക്റ്റാ. ഞാൻ തേർഡ് ബീഫ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബീഫ് ഫാൻ അല്ല, അതുകൊണ്ട് മാത്രമല്ല ഇറ്റ് വാസ് വെരി നൈസ്. ഒരു ബീഫ് ഷവർമ അല്ല അതന്നെ എനിക്ക് സെക്കൻഡും തേർഡും ഭയങ്കര ഫസ്റ്റാ. അതാണ് സെക്കൻഡും തേർഡും എന്ന് വെച്ചാല് അങ്ങോട്ട് എനിക്ക് റീമും ഫറൂജ് രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. മറ്റേത് ഫോർത്ത് ഞാൻ കൊടുത്തത് എനിക്ക് ആ സ്പൈസി മാത്രമാണ് അതിൽ ഇഷ്ടപ്പെട്ടത്. മറ്റേത് ഭയങ്കരമായിട്ട് ഇത് സോസ് ഡ്രൈ ആണ്, വെരി ഗാർലിക്കി. ദിസ് ഇസ് വെരി ഫ്രഷ്, ജ്യൂസി ചിക്കൻ ഇവിടെ, വെരി സോഫ്റ്റ് ആൻഡ് ചിക്കനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മളുടെ ഷവർമ ജേണി എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ഷവർമ സ്പോട്ട് ദുബായിൽ ഉണ്ടെങ്കിൽ പറയാ. അബുദാബിയിലുള്ള സാധനം മസ്റ്റായിട്ട് പോയി കഴിക്കണം. ഓ അല്ല അത് തന്നെ ആ ഫേമസ് സാധനം, ഒരു പേരുള്ളൊരു സാധനം ഉണ്ട് അബുദാബി. അപ്പൊ അതെന്തായാലും നമ്മൾ പോകും. അൽ ബത്തിയർ സംതിങ്. ഇനി നമ്മൾ നേരെ മഷാദിൽ പോകുന്നു, ചായ കുടിക്കുന്നു, പിരിയുന്നു ഗൈസ്. അതിന് കാണേണ്ട ആവശ്യമില്ല, മഷാദ് എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമ്മൾ നാളെയോ മറ്റന്നാളോ പിന്നെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ലവ് യു, സൈൻ ഓഫ് പറയൂ മിസ്റ്റർ സുബിൻ. Signing off. See you until next episode. മറ്റേ അടുത്ത് പറഞ്ഞോടാ.